വെൽക്കം ടു ഇൻസൈറ്റ് പോയിൻറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. What is financial instruments or financial securities? Financial instrument or security is a legal evidence of a deposit or claim for a specific sum of money. These are documents which represent financial claim on assets. എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ലീഗൽ എവിഡൻസ് ആണ്. എന്തിൻ്റെ? ഡെപ്പോസിറ്റിൻ്റെയോ അല്ലെങ്കിൽ ക്ലെയിമിൻ്റെയോ ഡെപ്പോസിറ്റിൻ്റെയോ ഒക്കെ ലീഗൽ എവിഡൻസിനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. എന്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ്? അസറ്റിൻ്റെ മേലെയുള്ള ഫിനാൻഷ്യൽ ക്ലെയിമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇനി നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് നോക്കാം. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫസ്റ്റ് ഫീച്ചറാണ് ട്രാൻസ്ഫറബിലിറ്റി. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വളരെ ലിമിറ്റഡ് ഫോർമാലിറ്റീസിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമാണ്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഫോർമാലിറ്റീസ് വളരെ ലിമിറ്റഡ് ആണ്. അതാണ് ആ ഫീച്ചർ പറയുന്നത്. സെക്കൻഡ് ഫീച്ചർ മിനിമം ട്രാൻസാക്ഷൻ കോസ്റ്റ്. വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനുള്ളത്. തേർഡ് റെഡി മാർക്കറ്റ്. റെഡി മാർക്കറ്റ് എന്ന ഫീച്ചർ പറയുന്നത് എപ്പോഴും ഒരു റെഡി മാർക്കറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും സാധ്യമാണ്. ദെൻ ലിക്വിഡിറ്റി എന്ന ഫീച്ചറാണ് പറയുന്നത്. ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഈസിയായി ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യമാണ്. അതാണ് ലിക്വിഡിറ്റി പറയുന്നത്. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് ലിക്വിഡിറ്റി എന്ന പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് മെച്യൂരിറ്റി പീരീഡ്. മെച്യൂരിറ്റി പീരീഡ് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് 3 ടൈപ്പാണുള്ളത്. ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം. മെച്യൂരിറ്റി പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 കാറ്റഗറി വരുന്നത്. നെക്സ്റ്റ് ആണ് സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സ് മാത്രമാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനുള്ളത്. ഇത്രയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. ട്രാൻസ്ഫറബിലിറ്റി, മിനിമം ട്രാൻസാക്ഷൻ കോസ്റ്റ്, റെഡി മാർക്കറ്റ്, ലിക്വിഡിറ്റി, മെച്യൂരിറ്റി പീരീഡ്, സിംപ്ലിസിറ്റി. ഇനി നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. ഓൺ ദി ബേസ് ഓഫ് ഇഷ്യൂ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് പ്രൈമറി സെക്യൂരിറ്റീസ് ആൻഡ് സെക്കൻഡറി സെക്യൂരിറ്റീസ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ ഇഷ്യൂവിൻ്റെ ബേസിസിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി സെക്യൂരിറ്റി, സെക്കൻഡറി സെക്യൂരിറ്റി. വാട്ട് ഈസ് പ്രൈമറി സെക്യൂരിറ്റീസ്? ദീസ് ആർ ഇഷ്യൂഡ് ബൈ ദി അൾട്ടിമേറ്റ് യൂസേഴ്സ് ഓഫ് ക്യാപിറ്റൽ ടു ദി ഫൈനൽ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് പ്രൈമറി സെക്യൂരിറ്റീസ്. ഇതിനെ ഡയറക്റ്റ് സെക്യൂരിറ്റി എന്നും പറയുന്നുണ്ട്. എക്സാമ്പിൾ ഷെയർ, ഡിബെഞ്ചർ. ഇനി എന്താണ് സെക്കൻഡറി സെക്യൂരിറ്റി എന്ന് നോക്കാം. വാട്ട് ഈസ് സെക്കൻഡറി സെക്യൂരിറ്റീസ്? ദീസ് ആർ ഇഷ്യൂഡ് ബൈ ദി ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ടു ദി അൾട്ടിമേറ്റ് സേവേഴ്സ്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് സേവേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് സെക്കൻഡറി സെക്യൂരിറ്റീസ്. ഇൻഡയറക്റ്റ് സെക്യൂരിറ്റി എന്നും ഈ സെക്യൂരിറ്റിയെ പറയുന്നുണ്ട്. പ്രൈമറി സെക്യൂരിറ്റി ആണെങ്കിൽ കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. സെക്കൻഡറി സെക്യൂരിറ്റി ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ 3 ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ് കവർ ചെയ്തു. ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ഫിനാൻഷ്യൽ കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദോസ് ഓർഗനൈസേഷൻസ് വിച്ച് ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻ്റർമീഡിയറീസായി ആക്ട് ചെയ്യുന്ന ഓർഗനൈസേഷനെയാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ലെൻഡേഴ്സിൻ്റെയും ഫൈനൽ ബോറോവേഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഹാഫ് വേ ഹൗസ് ആയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഒന്ന് ബാങ്ക്സ്, രണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെ എഗെയിൻ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്, രണ്ട് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്? ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റ്സിനും ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. എക്സാമ്പിൾ ICICI, IFCI. ഇനി നമുക്ക് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് നോക്കാം. എന്താണ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്? ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റ്സിനും ഷോർട്ട് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. എക്സാമ്പിൾ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ലോങ് ടേം ഫണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റ്സിനും. മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ടേം ഫണ്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റ്സിനും തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റ്സിനും ലോങ് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറിയാണ്. ഷോർട്ട് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറിയാണ്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റിൻ്റെ നെക്സ്റ്റ് കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ സർവീസസ്. എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്? ഫിനാൻഷ്യൽ സർവീസ് ഇസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻസ് ത്രൂ വേരിയസ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ്. എന്താണിത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? വേരിയസ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലൂടെയും ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിലൂടെയും സർവീസിലൂടെയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് ഫിനാൻസ് ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ഫിനാൻസ് ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ഫിനാൻഷ്യൽ സർവീസസ്. എക്സാമ്പിൾ ബാങ്കിങ്, ഇൻഷുറൻസ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഓഫേർഡ് ബൈ വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? രണ്ടായിട്ടാണ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ടൈപ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫീ ബേസ്ഡ് ഓർ അഡ്വൈസറി സർവീസസ്, രണ്ട് ഫണ്ട് ഓർ അസറ്റ് ബേസ്ഡ് സർവീസസ്. ഫീ ബേസ്ഡ് ഓർ അഡ്വൈസറി സർവീസസിൽ 3 സർവീസസ് വരുന്നുണ്ട്. ഒന്ന് മെർച്ചൻ്റ് ബാങ്കിങ്, രണ്ട് സ്റ്റോക്ക് ബ്രോക്കിംഗ്, 3 ക്രെഡിറ്റ് റേറ്റിംഗ്. ഫണ്ട് ഓർ അസറ്റ് ബേസ്ഡ് സർവീസസിൽ കുറച്ച് സർവീസസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഫാക്ടറിങ്, നെക്സ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, അടുത്തത് മ്യൂച്വൽ ഫണ്ട്സ്, അടുത്തതായിട്ട് പറയുന്നത് ഹൗസിംഗ് ഫിനാൻസ്, ലീസ് ഫിനാൻസിങ്, ഹയർ പർച്ചേസ് ഫിനാൻസിങ്, ഇൻഷുറൻസ് സർവീസസ്, ബിൽ ഡിസ്കൗണ്ടിങ്. ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം മെർച്ചൻ്റ് ബാങ്കിങ് എന്താണെന്ന് നോക്കാം. മെർച്ചൻ്റ് ബാങ്കിങ് ഇൻവോൾവ്സ് റെൻഡറിങ് സർവീസസ് ഓഫ് നോൺ ബാങ്കിങ് നേച്ചർ ടു ദി ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് ഹൗസസ്. മെർച്ചൻ്റ് ബാങ്കിങ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോൺ ബാങ്കിങ് നേച്ചറിലുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കാണ് ഇത്തരം സർവീസസ് കൊടുക്കുന്നത്? ഇൻഡസ്ട്രീസിനും ബിസിനസ്സിനും. സാധാരണ ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ല മെർച്ചൻ്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെർച്ചൻ്റ് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മാനേജീരിയൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. ആരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്? സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആർ ദി മെമ്പേഴ്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള മെമ്പേഴ്സാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. എന്താണ് അവർ ചെയ്യുന്നത്? സെക്യൂരിറ്റീസ് ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും സെൽ ചെയ്യുകയും ഡീൽ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി സെബിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നിർബന്ധമായും കിട്ടിയിരിക്കണം. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് എസെൻഷ്യലി എ സിംബോളിക് ഇൻഡിക്കേറ്റർ ഓഫ് റിലേറ്റീവ് ഗ്രേഡിംഗ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് ക്വാളിറ്റീസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്രെഡിറ്റ് ക്വാളിറ്റി, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രേഡിംഗ് ഒക്കെ നോക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. നമുക്ക് ഫാക്ടറിങ് എന്താണെന്ന് നോക്കാം. ഫാക്ടറിങ്ങിൽ 3 പാർട്ടീസ് വരുന്നുണ്ട്: ക്ലയൻറ്റ്, കസ്റ്റമർ, ഫാക്ടർ. സെല്ലറാണ് ക്ലയൻറ്റ്, ബയറാണ് കസ്റ്റമർ. ഇവിടെ സെല്ലറും ഫാക്ടറും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. എന്നിട്ട് സെല്ലർ ബയർക്ക് നേരിട്ട് ഗുഡ്സ് സെൻഡ് ചെയ്യും. എന്നിട്ട് ആ ഗുഡ്സിൻ്റെ ബിൽസും ഇൻവോയ്സും ഫാക്ടറിന് സെൻഡ് ചെയ്യും. ഗുഡ്സ് മാത്രമാണ് സെല്ലർ ബയർക്ക് കൊടുക്കുന്നുള്ളൂ.
ആ ഗുഡ്സിൻ്റെ ബില്ലും ഇൻവോയ്സൊക്കെ ഫാക്ടറിനാണ് കൊടുക്കുന്നത്. എന്നിട്ടോ ഫാക്ടർ എന്താ ചെയ്യുന്നത്? ഫാക്ടർ ആ ഗുഡ്സിൻ്റെ എമൗണ്ട് ആർക്ക് കൊടുക്കും? സെല്ലർക്ക് കൊടുക്കും. ഫാക്ടർ ആ ഗുഡ്സിൻ്റെ എമൗണ്ട് സെല്ലർക്ക് കൊടുക്കും. എന്നിട്ട് ഫാക്ടർ എന്ത് ചെയ്യുന്നു? ബയറിൽ നിന്ന് ആ ഗുഡ്സിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യും. ഇതാണ് ഫാക്ടറിങ്ങിൽ നടക്കുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്. വെഞ്ചർ ക്യാപിറ്റൽ ഈസ് ദ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഹൈ റിസ്ക് പ്രൊജക്റ്റ് റിലേറ്റഡ് ടു സം ഇന്നോവേഷൻസ് ഓർ ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്? ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ന്യൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ റിസ്ക് പ്രൊജക്ട്സിലേക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. എങ്ങനെയുള്ള പ്രൊജക്റ്റിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്? ഹൈ റിസ്ക് പ്രൊജക്റ്റിലേക്ക്. എന്തുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റ് ആയിരിക്കും? ഇന്നോവേഷൻസോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആയിരിക്കും. അടുത്തത് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഈസ് ഫോംഡ് വെൻ ക്യാപിറ്റൽ കളക്റ്റഡ് വെൻ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ കമ്പനീസ് ഷെയർ, സ്റ്റോക്ക് ഓർ ബോൺസ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ക്യാപിറ്റൽ കളക്ട് ചെയ്ത് ആ ക്യാപിറ്റൽ ഒരു കമ്പനിയുടെ ഷെയറിലോ സ്റ്റോക്കിലോ ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്. ലീസിംഗ് ആണ് അടുത്ത ഫിനാൻഷ്യൽ സർവീസ്. ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ലെസർ ആൻഡ് ലെസ്സി. ലെസറും ലെസ്സിയും തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ലീസിംഗ്. ലെസർ ഓണറും ലെസ്സി യൂസറുമാണ്. ഇവിടെ ലെസർ ഒരു അസറ്റ് ലെസ്സിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യും. അതായത് ഓണർ യൂസർക്ക് വേണ്ടി ഒരു അസറ്റ് വാങ്ങുന്നു. എന്നിട്ട് യൂസർക്ക് അത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. അതിന് പകരമായി യൂസർ ഓണർക്ക് ഒരു ലീസ് റെൻറ്റൽ കൊടുക്കുന്നുണ്ട്. ലീസ് റെൻറ്റൽ പീരിയോഡിക്കൽ പേയ്മെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ലീസ് പീരീഡിൻ്റെ എൻഡിൽ ഓണർക്ക് യൂസർ അസറ്റ് തിരിച്ചു കൊടുക്കണം. അതായത് ലെസ്സി ലെസർക്ക് അസറ്റ് തിരിച്ചു കൊടുക്കണം. അതാണ് ലീസിങ്ങിൽ നടക്കുന്നത്. നെക്സ്റ്റ് ഒരു ഫിനാൻഷ്യൽ സർവീസാണ് ഹയർ പർച്ചേസിംഗ്. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സൊല്യൂഷൻ സ്യൂട്ടബിൾ ഫോർ ബിസിനസ് വിഷിംഗ് ടു പർച്ചേസ് ആൻ അസറ്റ് വിതൗട്ട് പേയിങ് ഫുൾ വാല്യൂ. ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരു അസറ്റ് വാങ്ങണം, പക്ഷേ അവരുടെ കയ്യിൽ മുഴുവൻ പൈസയില്ല അസറ്റ് വാങ്ങാൻ. അങ്ങനെയുള്ള ബിസിനസ് ഓർഗനൈസേഷന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സൊല്യൂഷനാണ് ഹയർ പർച്ചേസിംഗ്. നമുക്ക് ഒരു അസറ്റ് വാങ്ങണം, നമുക്ക് മുഴുവൻ പൈസയും കൊടുക്കാനില്ല എങ്കിൽ ഹയർ പർച്ചേസിങ്ങിലൂടെ നമുക്ക് അസറ്റ് വാങ്ങിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഹയർ പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് നടക്കുന്നത്? കസ്റ്റമർ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കും. ബാക്കി വരുന്ന എമൗണ്ടും ഇൻട്രസ്റ്റും ഒരു നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ കൊടുക്കാമെന്ന് സെല്ലർ അടുത്ത് പറയും. എന്നിട്ട് ആ ഒരു നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ സെല്ലർ കസ്റ്റമേഴ്സിന് അസറ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് ഹയർ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ്. വേരിയസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ഇത്രയൊക്കെയാണ്. അടുത്ത ഫിനാൻഷ്യൽ കോൺസെപ്റ്റാണ് ഫിനാൻഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ. ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് റേറ്റ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്. എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ? റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു റേറ്റ് ആണ്. എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ്. സാധാരണ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി റിട്ടേൺസ് ക്യാരി ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺസിനേക്കാളും ഒരുപാട് കൂടുതലാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതോടെ ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സ് 5 ഏതൊക്കെയാണ് 5? ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻറ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഫിനാൻഷ്യൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ 5 കോൺസെപ്റ്റ്സും നമ്മൾ വളരെ ഡീപ്പായി തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എലമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ്: ഫിനാൻഷ്യൽ അസറ്റ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ സർവീസസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഇത് 4 ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ്. ഈ 4 കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ കോൺസെപ്റ്റ്സിൽ. സോ എലമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ 4 കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്ത്.
2 പോയിൻറ്റ്സിലൂടെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന്, ഡൊമിനൻസ് ഓഫ് ബാങ്കിങ് സെക്ടർ. 2, ഗ്രോത്ത് ഓഫ് നോൺ ബാങ്കിങ് ഇൻ്റർമീഡിയേഷൻ. ഡൊമിനൻസ് ഓഫ് ബാങ്കിങ് സെക്ടർ എന്ന പോയിന്റ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇന്ത്യൻ ബാങ്ക്സ് വലിയ ഒരു ഡൊമിനേഷൻ വഹിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ ബാങ്കിങ് എങ്ങനെയാണ്? 12 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, 22 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, 44 ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, 56 റീജിയണൽ റൂറൽ ബാങ്ക്സ്, 1485 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, 96,000 റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇത്രയും ബാങ്ക്സ് ചേർന്നതാണ് ഇന്ന് ഇന്ത്യൻ ബാങ്കിങ്. സെക്കൻഡ് പോയിന്റ്, ഗ്രോത്ത് ഓഫ് നോൺ ബാങ്കിങ് ഇൻ്റർമീഡിയേഷൻ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഈ സെക്ടറിൽ വന്നിട്ടുണ്ട്. ഒത്തിരി ബാങ്ക്സ് ഇപ്പോൾ മൊബൈൽ ബാങ്കിങ്, SMS ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ ATM ഇതൊക്കെ ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പോയിന്റിൽ പറയുന്നത്. സോ 2 പോയിൻറ്റ്സിലൂടെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡൊമിനൻസ് ഓഫ് ബാങ്കിങ് സെക്ടർ, ഗ്രോത്ത് ഓഫ് നോൺ ബാങ്കിങ് ഇൻ്റർമീഡിയേഷൻ. അടുത്ത ടോപ്പിക്കാണ് വീക്ക്നെസ് ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡ് വൺ, ഡൊമിനൻസ് ഓഫ് മോണോപ്പൊളീസ്. തേർഡ് വൺ, മാർക്കറ്റ് ഇറഗുലാരിറ്റീസ്. നെക്സ്റ്റ്, പ്രോബ്ലം വിത്ത് മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ. അടുത്തത് പറയുന്നത് നെഗ്ലക്റ്റ് ഫോർ സ്മോൾ ആൻഡ് ന്യൂ എൻ്റർപ്രൈസസ്, ഡൊമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ്, ഡൊമിനൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. ഇതൊക്കെയാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിമോണിറ്റൈസേഷൻ. Demonetization is the process of stripping a currency units of its status as a legal tender. എന്താണ് ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് നിരോധനം എന്ന് പറയുന്നത്? ഒരു കറൻസിയുടെ നിയമപരമായ ടെൻഡർ നീക്കം ചെയ്യുന്നതിനെയാണ് നോട്ട് നിരോധനം അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിമോണിറ്റൈസേഷൻ്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് ഡിമോണിറ്റൈസേഷൻ ചെയ്യുന്നത്? ബ്ലാക്ക് മണി, കറപ്ഷൻ, കൗണ്ടർഫീറ്റ് ഒക്കെ തടയാൻ വേണ്ടിയാണ് ഡിമോണിറ്റൈസേഷൻ ചെയ്യുന്നത്. അതായത് നോട്ട് നിരോധനം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? കള്ളപ്പണം, അതുപോലെ തന്നെ വ്യാജ നോട്ട്, അതേപോലെ തന്നെ അഴിമതി, ഇതൊക്കെ തടയാൻ വേണ്ടിയാണ് നോട്ട് നിരോധനം നടത്തുന്നത്. ഇതോടെ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.